നമ്മുടെ സ്വയം പ്രഖ്യാപിത ആൾദൈവമായിട്ടുള്ള നിത്യാനന്ദ കേട്ടിട്ടുണ്ടോ? നിത്യാനന്ദ ധാരാളം. ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങളും വലിയ വലിയ കേസുകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ഇന്ത്യ വിട്ട് മറ്റൊരു ദേശത്ത് കൈലാസം എന്നൊരു സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടാക്കി അവിടെ സ്വന്തമായി പുള്ളിയുടെ ആശ്രമമൊക്കെ തുടങ്ങി ജീവിക്കുന്ന ഒരാളാണ് സ്വാമി നിത്യാനന്ദ. അദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനന്തരൻ കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പുറത്തുവിട്ടത്. അദ്ദേഹം രാജ്യത്തിനായിട്ട്, ഹിന്ദു രാഷ്ട്രത്തിനായിട്ട് അദ്ദേഹം തന്റെ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആ വീഡിയോ കോൺഫറൻസിലൂടെ പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ചില ഇന്ത്യൻ മാധ്യമങ്ങളും ചില തദ്ദേശ മാധ്യമങ്ങളും എല്ലാം ഈ ഒരു വാർത്ത പുറത്തുവിടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ചർച്ചയാവുന്നത് അദ്ദേഹത്തിന്റെ 10,000 കോടിയുടെ സ്വത്ത് ആര് കൈക്കലാക്കും, അല്ലെങ്കിൽ അത് എവിടെ ചെന്ന് ചേരുമെന്നാണ് ഇപ്പൊ ചർച്ച. അവകാശിയാവും അല്ലെ? അതെ, ആരാണ് അതിന്റെ അടുത്ത അവകാശി എന്നതാണ് ഇതിനകത്ത് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും അതിന്റെ അടുത്ത അവകാശി? രാഹുൽ പറഞ്ഞതുപോലെ നിത്യാനന്ദയെ കുറിച്ച് ഏറെക്കുറെ ആളുകൾ കേട്ടിട്ടുണ്ടാവും. കാരണം വിവാദ ആൾദൈവങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നിത്യാനന്ദ. പക്ഷെ വിവാദ ആൾദൈവങ്ങൾ എന്നതിലുപരിയായിട്ട് നിത്യാനന്ദയ്ക്ക് ചില പ്രത്യേകതകൾ കൂടെ ഉണ്ട്. കാരണം ഇവിടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആൾദൈവങ്ങൾ ഉണ്ടാവുകയും, ആൾദൈവം എന്ന് പറയുന്നത് ഈ കള്ള ലേബലിൽ അവതരിപ്പിക്കുന്ന കള്ള ആൾദൈവങ്ങൾ, സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ സന്യാസിമാരെ ഒന്നും അല്ല. ഈ സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങൾ എന്ന് ചമഞ്ഞുകൊണ്ട് ഇവരിവിടെ വല്ല തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ നിത്യാനന്ദയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ നിന്ന് ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തി, അത് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ തട്ടിപ്പൊക്കെ നടത്തി ഇന്റർപോളിന്റെ വരെ വലിയ കണ്ണിൽ കരടായി നിൽക്കുമ്പോൾ സർക്കാർ ഇയാളെ പിടിച്ചകത്തിനുള്ള എല്ലാ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്നത്. പലായനം ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ലാറ്റിൻ അമേരിക്കൻ ഇക്വഡോറിന്റെ തീരങ്ങളിലുള്ള ഒരു ദ്വീപ് വാങ്ങിയിട്ട് അത് കൈലാസ എന്ന പേരിൽ ഒരു രാജ്യം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇത് ഹിന്ദു രാജ്യമാണ്, ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, ഞാൻ ഭഗവാൻ ശിവന്റെ ദാസനാണ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവിടെ സ്വന്തമായിട്ട് പൈസ അച്ചടിക്കുന്നു, സ്വന്തമായിട്ട് ഒരു രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യവും ഉണ്ട്. അവിടെ അവരുടെ പതാകയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബാങ്ക് അവർ രൂപീകരിച്ചു, പിന്നെ ഈ പൈസ രൂപീകരിച്ചു, സ്വന്തമായിട്ട് ഈ നമ്മുടെ എന്താണ് ഈ ഡാറ്റാ സിസ്റ്റം ഉണ്ടല്ലോ, ഇന്റർനെറ്റ് സംവിധാനം, അതുണ്ടാക്കി. എന്നിട്ട് ഇവര് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു കത്ത് കൊടുത്തു. അതായത് ഞങ്ങളെ പിന്നെ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് ഇപ്പോഴും ആ മേശപ്പുറത്തുണ്ട്, അതുപോലെ അനങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് പോയിട്ട് ഒരു വലിയ ദ്വീപ് വിലക്കി വാങ്ങി അതൊരു രാജ്യമാക്കി പ്രഖ്യാപിക്കാനും അവിടെ പോയി എന്താണ് ഒരു രാജാവായിട്ട് വാഴാനും ഒക്കെ ഉള്ള ആ ഒരു കേപ്പബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, അത് യാഥാർത്ഥ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാടിന്റെ തിരുവണ്ണാമലൈ തീരപ്രദേശത്ത് ജീവിച്ച ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരാൾ, രാജശേഖരൻ എന്നൊരാള്, അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആത്മീയതയിലായിരുന്നു താല്പര്യം. അങ്ങനെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ് ഇന്ന് 10,000 കോടിയുടെ ആസ്തിയുമായിട്ട് മറ്റൊരു സ്വന്തമായൊരു രാജ്യം ഉണ്ടാക്കി അവിടെ ജീവിക്കുന്നത്. അത് ആത്മീയതയുടെ വലിയൊരു തലമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആത്മീയത എത്രത്തോളം മനുഷ്യനെ ഉണർത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് നിന്നുള്ളൊരു സമ്പദ് വ്യവസ്ഥയുണ്ട്. ആളുകൾക്ക് എപ്പോഴും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് അറിയണം, അല്ലെങ്കിൽ ആ ഒരു എനർജി ഫീൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതായത് ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും എന്ന ചിന്തയിലായിരിക്കും ഇതുകൂട്ടുള്ള ആൾ ദൈവങ്ങളുടെ ഇടയിലൊക്കെ ചെന്ന് പെട്ടുപോകുന്നത്. അങ്ങനെ ചെന്ന് പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ കാശ് കൊടുത്ത് ഇവർ ഈ ആൾ ദൈവത്തെ വലിയൊരു രാജാവാക്കി മാറ്റുകയും സ്വന്തമായിട്ട് രാജ്യം പണിയാനുള്ള കാശ് എല്ലാം ഇവരെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് ആ ഒരു ലെവലിൽ നിന്നും 10,000 കോടിയുടെ ആസ്തിയിലേക്ക് കടക്കണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 100% കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മാത്രമല്ല നല്ല സമ്പത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമം എനിക്ക് തോന്നുന്നു ആന്ധ്ര കേന്ദ്രീകരിച്ചും തമിഴ്നാട് കേന്ദ്രീകരിച്ചും ഒക്കെ, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചും ഒക്കെ അദ്ദേഹത്തിന് ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം തിരുവണ്ണാമല എന്ന് പറയുമ്പോൾ, അരുണാചലം എന്ന് പറയുമ്പോൾ ഈ രമണ മഹർഷിയുടെ പേര് കൊണ്ട് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. അത്രയേറെ ഒരു മഹാത്മാവ് ഭാരതത്തിൽ ജനിച്ചവരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. രമണ മഹർഷിയെ പോലെ അദ്ദേഹം നിന്നിരുന്ന ഒരു സ്ഥലം, അരുണാചല ശിവ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം, അവിടെ താരതമ്യേന ഈ യോഗിമാരും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഈ പറയുന്ന നിത്യാനന്ദയും എത്തിപ്പെട്ടത്. പിന്നീട് പുള്ളിക്ക് ഒരു ദിവസം ഒരു ബോധോദയം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ബോധോദയം ഉണ്ടായി ഒരു ഗർഭിണിയുടെ വയറിൽ തൊട്ടനുഗ്രഹിച്ച സമയത്ത് ആ ഗർഭിണിക്ക് എന്താണ് വലിയ മാറ്റങ്ങൾ, എന്തൊക്കെയോ അസുഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നതിൽ നിന്ന്
പിന്നീട് അങ്ങോട്ട് നിത്യാനന്ദയെ വിളിച്ച് പൂജ ചെയ്യിക്കുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് ഉയർന്നു വന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന നിത്യാനന്ദ. അദ്ദേഹം 10 വർഷത്തെ ഒരു കോഴ്സ് പഠിക്കാൻ, 10 വർഷത്തെ ഈ ആത്മീയ തലങ്ങൾ പഠിക്കാൻ വേണ്ടി രാമകൃഷ്ണ മഠത്തിൽ ചേരുകയുണ്ടായിരുന്നു. അതിനുശേഷം 4 വർഷം അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. മുങ്ങിയതിന് ശേഷം അദ്ദേഹം പല ആശ്രമങ്ങളിലും ഇതുകൂട്ട് വന്നും പോയി, പല ആശ്രമങ്ങളിൽ ചെല്ലുന്നു, അവിടെ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് ദീക്ഷ സ്വീകരിച്ച് സ്വന്തമായിട്ട് പേരൊക്കെ മാറ്റി നിത്യാനന്ദ എന്ന് പേര് മാറ്റിയതിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ആശ്രമം തുടങ്ങുന്നു. പിന്നെ ഏകദേശം ഒരു 2000-ലാണ് അദ്ദേഹത്തിന്റെ ഈ ദൈവികത, അതായത് തൊട്ട് കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം വലിയൊരാളായി മാറുന്നത്. അവിടെ നിന്ന് വരുന്ന പുള്ളിക്കൊരു എക്സ്പോഷർ കിട്ടിയത്, ഈ ആത്മീയ തലത്തിലുള്ള ഒരു എക്സ്പോഷർ, ആളുകളുടെ ഇടയിലേക്ക് സജീവമായിട്ട് രോഗശാന്തി നൽകുന്ന ഒരാൾ. ആ രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അദ്ദേഹം കാശ് ഇതിലൂടെ നല്ല രീതിയിൽ പൈസ സമ്പാദിക്കാൻ തുടങ്ങി. ഈ പൈസ, ആത്മീയത എന്ന് പറയുന്നത് വലിയൊരു ടൂൾ കൂടിയാണ്. പൈസ സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളാണ് ആത്മീയത. ആത്മീയത വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതൊക്കെ ഒരു മാനസിക തലത്തിൽ ചിലർക്ക് ആശ്വാസം നൽകുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇത് കൂടുതലും ചൂഷണം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇതുകൂട്ടുള്ള ആൾദൈവങ്ങൾ, ഒരുപാട് ആൾദൈവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആൾദൈവങ്ങളുടെയും പൊള്ളമുഖങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിത്യാനന്ദയുടെയും ഒരു പൊള്ളമുഖം പൊളിയുന്നത് മറ്റേ സിനിമാ നടിയുമായിട്ട് രഞ്ജിതയുമായിട്ടുള്ള ഒരു വീഡിയോ, ആ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇമേജ് എല്ലാം തകരുന്നത്. അതിനുശേഷം പല ആളുകളും അദ്ദേഹത്തിനെതിരെ ലൈംഗിക നടപടി, പീഡന കേസുകൾ കൊടുക്കുകയുണ്ടായി. പലരെയും ഭീഷണിപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത്. പലരെയും ഫോട്ടോ ക്ലിപ്പ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു പോകും, അങ്ങനെ ഞങ്ങളെ കൊന്നുകളയും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും നാളും പരാതി പറയാതിരുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ലൈംഗിക പീഡന പരാതികളുമായിട്ടൊക്കെ വന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്യാൻ ഒരുക്കുന്നത്. അതായത് ഇവിടുത്തെ ഏജൻസികളെല്ലാം കൂടെ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് വരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്തു. ഇന്റർപോളിന്റെ കണ്ണുപോലും വെട്ടിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു ദ്വീപ് സ്വന്തമായി വാങ്ങിച്ച് അവിടെ കൈലാസം എന്ന് പറയുന്നൊരു പേരൊക്കെ കൊടുത്തൊരു രാജ്യം ഉണ്ടാക്കി അവിടെ സ്വന്തമായിട്ട് പൈസയും സർക്കാരും കൊടിയും എല്ലാ സൗകര്യങ്ങളും ബാങ്ക് ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടാക്കി ലോകരാഷ്ട്രത്തിന് വരെ കത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വലിയ രീതിയിൽ വളർന്നു. അല്ല, രാവിലെ ഒരു കാര്യം ആലോചിച്ച് നോക്കി. നമ്മുടെ ഇവിടുത്തെ ഇന്റർപോളും നമ്മുടെ CBI-യും സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഒക്കെ ഇയാളെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോഴാണ് പുള്ളി അവിടെ പോയിട്ട് ഒരു രാജ്യം ഉണ്ടാക്കിയത്. അതോടുകൂടി നമ്മുടെ സർക്കാരും ലോക പോലീസും എല്ലാ ഇന്റർപോൾ സംവിധാനങ്ങളെല്ലാം അവതാളത്തിലായി. കാരണം ഇവർക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയത്തില്ല, ഇവർക്ക് അങ്ങോട്ട് കടന്നിട്ട് ഇയാളെ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യ ഇയാളെ പിടിക്കാനായിട്ടൊരു യുദ്ധ പ്രഖ്യാപനത്തിനൊന്നും ഇന്ത്യ പോകത്തുമില്ല. അങ്ങനെയില്ലല്ലോ. ഇയാളൊരു അത്ര വലിയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. പക്ഷെ എന്നാലും അയാൾ സുഖകരമായിട്ട് ഒരു രാജ്യത്തിന്റെ രാജാവായിട്ട് ഭരണാധികാരിയായിട്ട് വാഴുന്നു എന്ന് പറയുന്നതും ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്തായാലും. അപ്പം ഇയാൾ ഇങ്ങനെ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള ആളുകളെ പീഡിപ്പിച്ചു, നിരവധി അവിടെ ആശ്രമത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ പീഡിപ്പിച്ചു. അവിടെ നിന്ന് പല ആളുകളെയും കാണാതായി, ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. പിന്നീട് അവരുടെ ആശ്രമം പരിശോധിച്ച സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ഇയാൾക്ക് നാട് വിടേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള നിത്യാനന്ദ ഇപ്പൊ വന്ന വെളിപ്പെടുത്തൽ എന്താ? നിത്യാനന്ദ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത നിത്യാനന്ദ. രാവിലെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ നിത്യാനന്ദ വല്ല അറ്റാക്കും അങ്ങ് തട്ടിപ്പോവാന്നല്ലാതെ ജീവത്യാഗം ഹിന്ദു രാഷ്ട്രം വേണ്ടി ചെയ്യുന്നത് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ലല്ലേ, ഹിന്ദു രാഷ്ട്രത്തിലല്ല മരിച്ചത്. ഓക്കെ, ഇനി ഹിന്ദുവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും അയാൾ സ്വയം ജീവൻ പിന്നെ ബലി അർപ്പിക്കുമെന്ന് ഒരാൾക്കും കാണാൻ കഴിയില്ല. അങ്ങനെ അധികം പണ്ടേ ചെയ്യേണ്ടതല്ലേ? അതെ, അയാളുടെ ഒരു സാധനം വെച്ചാൽ ഭൗതികത, ലൈംഗികത, നേട്ടം, സുഖ സൗകര്യങ്ങള്, ബാങ്ക്, പൈസ, ഇതൊക്കെയാണ് പുള്ളിയുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യില്ല. ഇതെന്തോ പുതിയ തട്ടിപ്പുമായിട്ട് ഈ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇയാൾ അറ്റാക്ക് അങ്ങ് തട്ടിപ്പോയി, ആ തട്ടിപ്പ് പോയതിനു ശേഷം അദ്ദേഹം ദിവംഗതനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പിന്നെ ആൾ ആരാണ് എന്ന് ഒരു അദ്ദേഹത്തിനെ അടുത്ത വലിയൊരു ഗുരുവാക്കാനുള്ള ഇതാണ് തീർച്ചയായിട്ടും. ഇപ്പം സമാധി, അതെ, മരിച്ചുപോയവർക്കൊക്കെ ഭയങ്കര ഇടയ്ക്ക് കണ്ടാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മരിച്ചു പോയിട്ടുള്ള ഗോപൻ സ്വാമി. അദ്ദേഹത്തിന്റെ ആ സമാധി സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ വിഷയങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാള്. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല, ഇദ്ദേഹം സ്വയം പ്രഖ്യാപിത ആൾദൈവമാണ്. അപ്പൊ സ്വയം പ്രഖ്യാപിത ആൾദൈവം മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ സമാധി അടയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന തലം വേറെയാണ്. അത് കാണാൻ വേറെ ഒരുപാട് വരും. അതും സ്വന്തം രാജ്യത്ത് കൈലാസത്ത് സ്വന്തമായിട്ട് സമാധി പൂണ്ടിരിക്കുന്ന അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇനിയും ലക്ഷോപലക്ഷം ആളുകൾ അവിടെ എത്തിച്ചേരുമെന്നായിരിക്കും ഇവരുടെ
അല്ല, 100% വിചാരം. ഉറപ്പാണ്. ഇനി അദ്ദേഹത്തിന് അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഒരു അമ്പലമൊക്കെ പണിത് സഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കുമായിരിക്കും. പക്ഷെ അവിടെ വരുന്ന ചോദ്യം, അദ്ദേഹത്തിന്റെ 10,000 കോടി സ്വത്ത് ആര് കൈക്കലാക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അദ്ദേഹത്തിന് അടുത്ത അനന്തരാവകാശി ആരാണ്? ഇവർ തമ്മിലുള്ള ഒരു അടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ശിഷ്യന്മാര് മൊത്തത്തിൽ വീതിച്ചെടുക്കുമോ, അതൊക്കെ ഒരു ചോദ്യമാണ്. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സ്വത്തിന് വേണ്ടി ഇയാളെ ഇറങ്ങി തട്ടിയതാണോ അതും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കാവ്യ മാധവൻ നായികയായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അത് ചെയ്ത സംവിധായകന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഒരു വളരെ ബ്രില്യൻ്റ് ആയ ഒരു സംവിധായകനാണ്. അദ്ദേഹം ചെയ്ത ആ സിനിമയിൽ കാവ്യ മാധവൻ പിന്നീട് ഒരു ദേവിയായി മാറുന്ന സംഭവമൊക്കെ അതെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഉള്ളൊരു അവസ്ഥയിലേക്കൊക്കെ കൂടി കടന്നു പോയിക്കൂടാ എന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിത്യാനന്ദയുടെ സ്വത്തിന് വേണ്ടി ഇനിയും അടികൾ ഉണ്ടായിരിക്കും. എന്തായാലും നിത്യാനന്ദ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ട് ജീവാഹൂതി ചെയ്തു എന്നും പറഞ്ഞ് നമ്മളെപ്പോലുള്ള ആൾക്കാരെ എന്തായാലും പറ്റിക്കാൻ കഴിയില്ല. പക്ഷെ അതും കേട്ട് ഓടുന്ന ആളുകൾ ഉണ്ടാവും.